യേശുവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അവിടങ്ങളായി സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും മേലും ഉണ്ടായിരിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുന്നു. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ്, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അവൻ ഉറപ്പിക്കുകയാണ്, നാം ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത സന്തതിയാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക്. അതൊരു വാഗ്ദത്ത സന്തതിയായിരുന്നു. ഹാഗാറിൽ നിന്ന് ഒരു മകനുണ്ടായി, പക്ഷേ അവനെ വാഗ്ദത്ത സന്തതിയായിട്ട് ദൈവം കണ്ടില്ല. ദൈവം കണ്ടത് സാറയിൽ നിന്നുണ്ടായിരിക്കുന്ന, ഇല്ലെങ്കിൽ സ്വതന്ത്രയിൽ നിന്നുണ്ടായിരിക്കുന്ന സന്തതിയാണ് വാഗ്ദത്ത സന്തതിയായിട്ട് ദൈവം കണ്ടത്. ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് ഒരു സന്തതി ഉണ്ടാകും, അത് ഉറപ്പാണ്. സ്തോത്രം. ഞാൻ മക്കളില്ലാത്തവനായി മരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്ന കാര്യമുണ്ട്, അബ്രഹാമേ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, നിനക്കിതുപോലെ ഞാൻ തലമുറകളെ തരുവാനിടയായി തീരും. നിന്നിൽ നിന്ന് തന്നെ വാഗ്ദത്ത സന്തതി പുറപ്പെടുവാനിടയായി തീരും. നിന്നിൽ നിന്ന് തന്നെ തലമുറകൾ പുറപ്പെടുവാനിടയായി തീരും. തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം അത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുവാനിടയായി തീർന്നു. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു, അല്ലെങ്കിൽ അതിൽ നിൽക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നാം ക്രിസ്തുവിനുള്ള, എന്നിട്ട് പുതിയ നിയമത്തിന് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ട ദൈവ പൈതലെങ്കിൽ നിങ്ങൾ വാഗ്ദത്ത പ്രകാരം സന്തതിയാണ്. അത് മാത്രമല്ല, നമ്മൾ അവകാശികളുമാണ്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ഓർക്കണം, നാം ദൈവസന്നിധിയിൽ വാഗ്ദത്ത സന്തതികളാണ്. നാം ദൈവത്തിൻ്റെ വാഗ്ദത്ത തലമുറകളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അവകാശിയാണ്, ക്രിസ്തുവിനോടുകൂടെ അവകാശിയുമാകുവാണെന്ന് നമുക്ക് വചനം നമ്മളെ പഠിപ്പിക്കുക എന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു. ലോകാവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവരുടെ സന്തതിക്കോ ന്യായപ്രമാണത്തല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലത്ര ലഭിച്ചെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ നീതി വിശ്വാസത്തിലായിരിക്കണം. വിശ്വാസത്താലാണ് അബ്രഹാം അത് പ്രാപിച്ചെടുക്കുവാനിടയായി തീർന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹാഗാറിൻ്റെ തലമുറയെ കാണുമ്പോൾ ഹാഗാറിൻ്റെ തലമുറയായിരിക്കും ഇസ്മായിലിനെ കണ്ടിട്ട് ദൈവം പറഞ്ഞു, അവൻ വാഗ്ദത്ത സന്തതിയല്ല, എന്നാൽ നിൻ്റെ മകനായിരിക്കുന്നു, ഞാൻ അവനെ ഞാനൊരു അവകാശിയാക്കും, അവനെ ഞാൻ വലിയൊരു ജാതിയാക്കും. അതൊക്കെ പറയുന്നുവെങ്കിലും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്നിൽ നിന്നിരിക്കുന്ന ഇസഹാക്ക് തന്നെ അവനത്രേ വാഗ്ദത്ത സന്തതി എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ, നാം ദൈവസനിൽ വാഗ്ദത്തം പ്രാപിക്കുന്നവരാണെങ്കിൽ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, വാഗ്ദത്തത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെങ്കിൽ, വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടുവാനിടയായി തീരും. ദൈവം നമ്മളോട് പറയുന്നതിന് മേൽ ഒരു വലിയ പ്രവൃത്തി കാണുവാനിടയായി തീരും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നാം ആരാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. നാം ഒരു വാഗ്ദത്ത സന്തതിയാണോ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ അവകാശികളാണ്. ഈ ദിനങ്ങളിൽ അവകാശിയാണെന്നുള്ളൊരു ബോധ്യം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിലനിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവകാശിയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം, ബോധം നമുക്കുണ്ടാകുവാനിടയായി തീരണം. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്ര സന്തതി എണ്ണുന്നത് ജഡപ്രകാരമുള്ളവരെയല്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ സന്തതി എന്ന് എണ്ണുവാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ മകനായിരിക്കും ഇസഹാക്കിനെ ദൈവം സന്തതി എന്ന് എണ്ണിയെങ്കിൽ, അത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. നമ്മളെ ദൈവം സന്തതി എന്ന് എണ്ണുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് വാഗ്ദത്തമുള്ളവരായി ദൈവത്തിൻ്റെ അവകാശങ്ങളായി വരുന്ന ആളുകൾ കർത്താവിന് വേണ്ടി നിലനിൽക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവില്ല നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വേദനയുള്ള ഭാഗം നിങ്ങളുടെ കരങ്ങൾ വെക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അവകാശികളായി വാഗ്ദത്ത സന്തതിയായി തീരുവാൻ സുഖം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണമേ, വലിയ വിടുതലയക്കണമേ. കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്താൽ കർത്താവെ വിശ്വസിക്കുന്നവർ ഒരു വലിയ വിടുതൽ കർത്താവ് അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയ്ക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.